ഒരു വാഴക്കുല കൂടി പഴുത്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വിചാരിച്ച് ഇവനെ അങ്ങ് വെട്ടിയേക്കാം. കൊലയിൽ നിന്ന് തന്നെ പഴുത്തു. ഒരു കാ ചെറുതായിട്ട് പൊട്ടിക്കീറിയ പോലെ ഉണ്ട്. ഇതിനിവിടെ എല്ലാവരും പറയുന്നത് ഡൂക്കാസ് എന്നാണ്. അപ്പോൾ ഇന്ന് ക്യാമറാമാന്മാരാരുമില്ല, എല്ലാവരും തിരക്കാണ്. മക്കളും തിരക്കാണ്, പൊണ്ടാട്ടിയും തിരക്കാണ്. അപ്പം ഞാനൊറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ക്യാമറ എടുക്കാനും വെട്ടാനും എല്ലാം പിടിക്കാനും എല്ലാം കൂടെ ഞാൻ മാത്രം. അപ്പം ഇവിടെ വെച്ചങ്ങ് വെട്ടാമെന്ന് വിചാരിച്ചു, പക്ഷെ വെട്ടുന്നില്ല. അതിന് മുമ്പ് വേറെ 1-2 കൊലകൾ കൂടി ഒന്ന് നോക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് വെട്ടിക്കൊണ്ട് പോകാൻ പഴുത്തിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെ കുറച്ച് വീഡ് മാറ്റ് ഇട്ടു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. ഇത് ആയി വരുന്ന കുലകളാണ്, പഴുത്തിട്ടില്ല. 2 ആഴ്ച 3 ആഴ്ചകളിൽ പഴുക്കും. 2 ആഴ്ചകളിൽ പഴുക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് മറ്റൊരു കുല. ഇത് കുറച്ചും കൂടെ സമയമെടുക്കും. പിന്നെ വിൻ്ററാണ് ഇവിടെ. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് കുറച്ചേറെ സമയമെടുക്കും. സമ്മറിലാണെങ്കിൽ പെട്ടെന്ന് പഴുക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമുക്ക് പഴുത്ത് കിട്ടും. ഇതൊരു പൂവനാണേ. അപ്പോൾ പൂവൻ്റെ ഒരു 5-6 വെറൈറ്റി ഉണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ 1-2 കൊലകൾ കൂടി. അതിലൊരെണ്ണം നമ്മുടെ എന്താ പറയുക, ഷുഗർ ബനാന എന്നൊക്കെ പറയുവേ. ലേഡി ഫിംഗർ, ഷുഗർ ബനാന എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സ്വന്തം ഏത്തക്കുല. ഇതും നമ്മുടെ ലേഡി ഫിംഗർ, ഷുഗർ ബനാന എന്നൊക്കെ പറയും. അതിനെ പലരും പല പേര് പറയും. ആക്ച്വലി ടോട്ടലി കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഏത്തക്കുല നമുക്ക് നന്നായിട്ട് അറിയാം, പൂവനും ഞാലിപ്പൂവനും ഒക്കെ. പാളയംകോടെന്നും അറിയാം. പക്ഷേ ഈ ലേഡി ഫിംഗർ തന്നെ പലരും പല വെറൈറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പന്തൽ ഞാൻ കോവലിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അതിൻ്റെ താഴെയെല്ലാം കിളച്ചു. അടുത്ത ദിവസം അതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, ബൈ.